ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ഇവിടെ ഈ സ്ഥലത്തിന് വരുന്നത് അച്ചൻകോവിലാറ്. അച്ചൻകോവിലാറിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ചൻകോവിലാറ്റിൽ നമ്മുടെ കണ്ടോ, ആറ്റിലാണ് സൂപ്പർ. അപ്പോൾ ഇവിടെ കുടുംബപരമായി നമ്മളെല്ലാവരും കൂടെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും ഉണ്ടായിരിക്കണേ, വ്ളോഗ് എടുക്കുവാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പരിപാടി എന്തുവാന്ന് വെച്ചാൽ, വീട്ടിൽ കനത്തതായ വെള്ളത്തിൻ്റെ ക്ഷാമം. അതായത് നമുക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല. കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല. അപ്പോൾ നമ്മളെന്ത് വിചാരിച്ചു, നിരവധി തുണികളും കെട്ടിപ്പറക്കി നമ്മളിവിടെ വന്ന് ഇന്നത്തെ ദിവസം മൊത്തം ഇവിടെ തുണി കഴുകിയും കുളിച്ചും ആനന്ദകരമായി ഉല്ലാസിച്ചു. താഴെ വീണാനും അതെ, ഇപ്പോൾ ഒരെണ്ണം മാറ്റി പോയേനെ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ കാണാം. ഹലോ ഗായ്സ്, ഇവിടെ പാർവതിയുണ്ട്, മഞ്ജിമയുണ്ട്, മൃദുലനവനീതുണ്ട്. അച്ഛ തണ്ട തുണിയും കൊണ്ട് വരുന്നുണ്ട്. അച്ഛ ഈസ് കമ്മിങ് വിത്ത് തുണി. ആൻഡ് ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് വി ക്യാൻ സീ ഗൈസ്, ദിസ് ഈസ് വാട്ടർ. ഹലോ ഗൈസ്, നിങ്ങളാരും ഇതുവരെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പേരാണ്, ഇത് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുതയാണ് സുഹൃത്തുക്കളെ. ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി മീൻ പിടിക്കാൻ വളരെ, പക്ഷേ കുറേ നാളായിട്ട് ഇതിനകത്ത് ആരും മീൻ പിടിക്കുന്നില്ലെന്നാണ് തോന്നുന്നു. ഇപ്പോൾ ഇതിനകത്ത് കോഴിക്കൂടായിട്ട് ഉപയോഗിക്കുവാന്ന് തോന്നുന്നു. കുറേ പുല്ലൊക്കെ ഉണ്ട്. ഇതൊരു മരക്കമ്പ്. ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്രയെ പറ്റി താങ്കൾക്ക് പറയാനുള്ളത്. എന്തിനാണ് നമ്മുടെ കിണറ്റിൽ വന്ന് വെള്ളം കുറവാണ്. നമ്മുടെ തുണി ഇട്ടാലൊന്നും വാഷിംഗ് മെഷീനകത്ത് കഴുകിയെടുക്കാനൊന്നും പറ്റത്തില്ല. സോ we have so many water here, so why should we waste it? It's a natural water, very beautiful. നിങ്ങളെ കൊണ്ടൊന്നും വരാൻ കൊള്ളത്തില്ല ഗായ്സ്. അയ്യച്ച, എന്താണ് നമ്മുടെ ഇന്നത്തെ യാത്രയെ പറ്റി അച്ഛൻ പറയാനുള്ളത്? വളരെ കാലമായിട്ട് ഇവിടെ വരാനായിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ ഉണക്ക് കാലമായതുകൊണ്ട് വെള്ളം കണ്ടില്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ നോക്കി. ഇപ്പം ഇവിടെ ആയാലും വെള്ളം ഇച്ചിരി കുറവാണ്. മറ്റേ ഇവിടെ എല്ലാം, അതെ, ഇവിടെ എല്ലാം മണ്ടയ്ക്ക് വരെ വെള്ളമായിരുന്നു. ഇത് നമ്മുടെ കർക്കിടക വാവിന് ബലി തർപ്പണം നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ബലി തർപ്പണം നടത്തുന്ന സ്ഥലത്ത് ഈ സ്റ്റെപ്പൊക്കെ നിറഞ്ഞു കിടക്കും വെള്ളം. അപ്പോൾ അവിടെ ആ സ്റ്റെപ്പിങ്ങോട്ട് ഇറങ്ങി ഇവിടൊക്കെയാണ് തർപ്പണം നടത്തുന്നത്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതാണ് കാര്യം. സബ്സ്ക്രൈബ് ഗൈസ്. തുണി എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. നിരവധി അനവധി കാണിച്ചു. എൻ്റെ അനവധി കുട്ടികളാണ്, കുറേ തുണിയുണ്ട്. പ്രശ്നം നമ്മൾ കഴുകുന്ന ആ സ്പോട്ടിൽ തന്നെ കഴുകി നമുക്കിവിടെ ഉണക്കി വിരിക്കാം. ഇത്ര നല്ല വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി അതങ്ങ് വിരിക്കുമ്പോൾ അതങ്ങ് വേണം. അതാണ് അതിൻ്റെ ഒരു പരിപാടി. ഉണ്ടാക്കാനും അപ്പു സമ്മതിക്കത്തില്ല. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ തുണി കഴുകി പകുതിയായി. അമ്പലന്ത ഉണ്ട്, ചിറ്റയുണ്ട്. അച്ഛൻ അവിടെ അച്ഛനുണ്ട്. നമുക്ക് തുണി കഴുകി കഴിഞ്ഞ് ഇവിടെ എല്ലാം നമുക്ക് അറമ അടിക്കാനുള്ളതാണ്. നമുക്ക് ഇനി തുണി കഴുകി കഴിഞ്ഞ് കാണാം. അപ്പോ ഞാൻ തട്ടരുത്, ഫോൺ താഴെ. ഗായ്സ്, നമ്മള് ഇവിടെ വെള്ളത്തിലാണ് ഗായ്സ്. ഈ ചൂടത്തൊക്കെ ഈ വെയിൽ, ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് ഇമാതിരി വെള്ളത്തിലൊക്കെ വന്ന് കിടക്കും. എന്താ സുഖം, പൊളി സാധനം. ഗായ്സ്, അങ്ങനെ തുണിയെല്ലാം കഴുകി നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പ്രശ്നം പറ്റിയെന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ നേരം നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ ചെറുതായിട്ടും താഴെ വീണ്. ഫോൺ വെള്ളത്തിൽ വീണ് കുറച്ച് സീനായി. വീട്ടിൽ വന്ന് ഇപ്പോൾ ഡീൽ ചെയ്ത്
തുണി ഇവിടെ എല്ലാം വിരിച്ചിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞ് പറക്കിയെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.